LPG EKYC ഈ മാസം 16-നകം പൂർത്തിയാക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. കാരണം ഓഗസ്റ്റ് 16 മുതൽ പുതിയ ഗ്യാസ് നിയമമാണ്. പിന്നീട് സബ്സിഡി ആനുകൂല്യം നഷ്ടപ്പെട്ട് ഉയർന്ന വാണിജ്യ നിരക്കിൽ സിലിണ്ടർ വാങ്ങേണ്ടി വരും. LPG EKYC ഈ മാസം 16-നകം പൂർത്തിയാക്കിയില്ലെങ്കിൽ 8-ന്റെ പണിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ചുമ്മാ പറയുന്നതല്ല. കാരണം ഓഗസ്റ്റ് 16 മുതൽ പുതിയ ഗ്യാസ് നിയമമാണ് വരുന്നത്. ഈ നിയമം വന്നതിനു ശേഷം പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം സബ്സിഡി ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ട് ഉയർന്ന വാണിജ്യ നിരക്കിൽ സിലിണ്ടർ നിങ്ങൾ വാങ്ങേണ്ടി വരും. അതും വിലയിത്ര ഇരട്ടിച്ചു നിൽക്കുന്ന സമയത്ത്. പുതിയ നിയമം വരുന്നതോടെ ഓരോ മലയാളികളുടെയും അടുക്കള ബജറ്റ് താളം തെറ്റുമെന്ന് ഉറപ്പിക്കാം. ഇത് തെറ്റാതിരിക്കാനാണ് ഗ്യാസ് സബ്സിഡി അത്യാവശ്യമായി വരുന്നത്. 2026 ഓഗസ്റ്റ് 16-നകം EKYC നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് കമ്പനികളും ഉദ്യോഗസ്ഥരും പറയുന്നത്. ഇത്തരത്തിൽ EKYC പൂർത്തിയാക്കിയാൽ സബ്സിഡി ലഭിക്കുകയും ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഉയർന്ന വാണിജ്യ നിരക്കിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇപ്പോൾ നമുക്കറിയാം, നാളെ ഓഗസ്റ്റ് 15 അവധി ദിവസമാണ്, 16 ഞായറാഴ്ചയാണ്. ഈ 2 ദിവസവും EKYC പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. ഇനി അതിന് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ വീട്ടിലിരുന്ന് തന്നെ അത് പൂർത്തിയാക്കാൻ സാധിക്കും. എന്നിരുന്നാലും പലരും ഇപ്പോഴും ഇക്കാര്യം ഗൗരവമായി എടുത്തിട്ടില്ലെന്നാണ് മറ്റു കാര്യം. LPG പാചകവാതക ഉപഭോക്താക്കൾ ആധാർ അടിസ്ഥാനമാക്കിയുള്ള EKYC നിർബന്ധമായും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഓയിൽ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇതിനായി ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പും നൽകിയതാണ്. ഇന്ന് കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും പാചകത്തിന് ആശ്രയിക്കുന്നത് LPG ഗ്യാസിനെയാണ്. EKYC ചെയ്യാത്തതുമൂലം ഗാർഹിക സബ്സിഡി ആനുകൂല്യം നഷ്ടപ്പെട്ടാൽ അത് സാധാരണക്കാരായ മലയാളികളുടെ കുടുംബ ബജറ്റിനെ സാരമായി ബാധിക്കും. ഓഗസ്റ്റ് 16-നാണ് EKYC പൂർത്തിയാക്കാനുള്ള സമയപരിധി. അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം നടപടി പൂർത്തിയാക്കുന്നതാണ് നല്ലത്. കാരണം സൈറ്റ് ഹാങ് ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP എന്നീ 3 കമ്പനിയുടെ ഉപഭോക്താക്കൾക്കും ഈ നിയമം ഒരുപോലെ ബാധകമാണ്. ഇനി നിങ്ങൾക്ക് ഒട്ടും സമയമില്ല. കാരണം ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടു പോകാനുള്ള സമയമോ സിലിണ്ടർ വിതരണം ചെയ്യാൻ വരുന്ന ഡെലിവറി ജീവനക്കാർ വഴിയോ ഈ മാറ്റം നടത്തുകയാണെങ്കിൽ സമയം കൂടുതൽ വേണ്ടിവരും. എന്നാൽ അതിനേക്കാളും എളുപ്പം സ്വന്തം മൊബൈൽ ആപ്പുകൾ വഴിയോ EKYC പൂർത്തീകരിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.